അധ്യായം 24. യുവനീതനും സൈന്യവും കാട്ടിൽ വേട്ടയാടുകയാണ്. അപ്പോൾ കാണാൻ കുറുക്കനെ പോലെ തോന്നുന്ന ഒരു വിചിത്ര മൃഗം അവരുടെ പടയ്ക്ക് മുന്നിൽ വന്നു പെട്ടു. അതിനെ ഒറ്റയ്ക്ക് വേട്ടയാടണം എന്ന് യുവനീതന്റെ അഭിപ്രായത്തെ എല്ലാവരും തടയുന്നു. ഒറ്റയ്ക്ക് അതിനടുത്തേക്ക് പോകരുത് മുതലാളി, ആ മൃഗം വളരെ തന്ത്രശാലിയാണ്. അതിനടുത്തേക്ക് ചെന്ന് വേട്ടയാടുന്നത് അപകടമാണ്. ആ മൃഗത്തിനടുത്തേക്ക് നടന്ന യുവനീതനോട് വിക്രം ഒരു മുന്നറിയിപ്പ് എന്നതുപോലെ പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മൃഗങ്ങളെ വേട്ടയാടിയ ആത്മവിശ്വാസത്തിൽ യുവനീതൻ പറഞ്ഞു. ആയുധം വരട്ടെ എന്നവൻ പറഞ്ഞതും അവന്റെ കയ്യിൽ ഒരു ബൂമറാങ് പ്രത്യക്ഷപ്പെട്ടു. അവൻ ആ മൃഗത്തിനടുത്തേക്ക് കുറച്ച് ദൂരം നടന്നിട്ട് അത് തിരികെ ആക്രമിക്കാൻ സാധ്യതയില്ലാത്ത അകലത്തിൽ അവൻ നിന്നു. തന്റെ കയ്യിലിരുന്ന ബൂമറാങ് ചുഴറ്റി അതിന് നേരെ എറിഞ്ഞു. അത് വേഗത്തിൽ കറങ്ങി മൃഗത്തിന്റെ കഴുത്തിൽ തറച്ചു കയറി അവിടെ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കി. അതിനുശേഷം അത് കറങ്ങി തിരിഞ്ഞ് യുവനീതന്റെ കയ്യിലേക്ക് വന്നു ചേർന്നു. സൈന്യത്തിലുള്ളവരെല്ലാം യുവനീതനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. യുവനീതനും തിരിഞ്ഞ് പടയാളികളെ നോക്കി കൈ ഉയർത്തി കാണിച്ചു. ആ മൃഗത്തിന്റെ കഴുത്തിൽ ആഴത്തിൽ പറ്റിയ മുറിവിൽ നിന്നും രക്തം പുറത്തേക്ക് കുതിച്ചു ചാടി. ആ ജന്തു നിലത്തേക്ക് വീണ് ചുരുണ്ടുകൂടി. അനക്കമൊന്നുമില്ലാതെ കിടക്കുന്ന ആ കുറുക്കൻ ചത്തിട്ടുണ്ടാകുമെന്ന് കരുതി യുവനീതൻ അതിനടുത്തേക്ക് ചെന്നു. അവൻ മൃഗത്തിനെ തൊടാനായി ആഞ്ഞതും ചത്തതുപോലെ നടിച്ചു കിടന്ന ആ മൃഗം അതിന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു നിമിഷം അവൻ സ്തംഭിച്ച് നിന്നുപോയി. ആ മൃഗം അലറിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പകയോടെ അവനെ നോക്കി. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ യുവനീതൻ തിരിഞ്ഞ് സൈനികരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ആ മൃഗം അവനെ വിടാതെ പിന്തുടർന്നു. ഓവിയനും കൂട്ടാളികളും ആയുധങ്ങളുമായി യുവനീതനെ രക്ഷിക്കാനായി ഓടി. പെട്ടെന്ന് ആ മൃഗം ആക്രമണത്തിനായി യുവനീതന്റെ മുന്നിലേക്ക് ചാടി വീണു. അവൻ ഭയന്ന് നിലവിളിച്ചു. കൂടെയുള്ളവരുടെ വാക്ക് കേൾക്കാതെ ഒറ്റയ്ക്ക് വേട്ടയാടാനായി ഇറങ്ങി തിരിച്ചത് മണ്ടത്തരമായി പോയെന്ന് അവന് മനസ്സിലായി. ഭയന്ന് വിറച്ച് മരണം കാത്തവൻ ആ മൃഗത്തിന് മുന്നിൽ നിന്നു. എന്നാൽ പെട്ടെന്ന് എന്ന ശബ്ദത്തോടെ ഒരമ്പ് വായുവിനെ കീറി മുറിച്ച് ഓവിയനെയും കൂട്ടാളികളെയും കടന്ന് യുവനീതന്റെ തലമുടിയിൽ ഉരസിക്കൊണ്ട് അവനെ പിന്തുടർന്നു വന്ന ആ വിചിത്ര ജന്തുവിന്റെ ഇടത്തെ കണ്ണിൽ തുളച്ചു കയറി. നിലവിളിയോടെ ആ മൃഗം നിലത്ത് വീണ് പടഞ്ഞു. യുവനീതനടുത്തേക്ക് ഓവിയനും മറ്റുള്ളവരും ഓടിയെത്തി. കുറച്ചുപേർ പിടഞ്ഞുകൊണ്ടിരുന്ന ആ മൃഗത്തിനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി. ഓവിയനും വിക്രമും ലിയോയെ ദേഷ്യത്തോടെ നോക്കി. എടാ കോമാളി, നിനക്ക് ബോധമില്ലേ? നീ എന്താ കാണിച്ചത്? ആ അമ്പ് ഒരൽപ്പം മാറിയിരുന്നെങ്കിലോ മുതലാളിയുടെ ജീവൻ വരെ അപകടത്തിലായേനെ, വിക്രം ദേഷ്യത്തോടെ പറഞ്ഞു. മറ്റുള്ള പടയാളികളും അവന്റെ അഭിപ്രായത്തോട് യോജിച്ചു. എല്ലാവരും ലിയോയെ ശകാരിച്ചു. എന്നാൽ അവരിൽ പലരുടെയും മനസ്സിൽ തങ്ങൾക്ക് മുന്നിൽ വെച്ച് ലിയോ യുവനീതനെ രക്ഷിച്ചതിന്റെ അസൂയയായിരുന്നു. അത് മറച്ചു പിടിക്കാനാണ് അവർ അവനെ ശകാരിച്ചു കൊണ്ടിരുന്നത്. എന്തോ ഭാഗ്യത്തിനാണ് ഈ കോമാളി എയ്ത അമ്പ് ആ ജീവിയിൽ കൊണ്ടത്. ഇവനെ കൊണ്ടൊരു വില്ല് എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഇവനാണ് ലക്ഷ്യസ്ഥാനത്ത് അമ്പ് ചെയ്യുന്നത്, ഓവിയൻ പരിഹാസത്തോടെ പറഞ്ഞു. ലിയോ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുനിന്നു. പക്ഷേ യുവനീതന് ദേഷ്യം വന്നിരുന്നു. നിർത്ത്, ആദ്യം എല്ലാവരും ഇവിടെ നിന്ന് പോകാൻ നോക്ക്, അവൻ ആക്രോശിച്ചു. കണ്ടോടാ കോമാളി, നീ കാരണമാണ് നമ്മുടെ മുതലാളിക്ക് ഇത്ര ദേഷ്യം വന്നത്. മുതലാളിയുടെ കണ്ണിന്റെ മുന്നിൽ നിൽക്കാതെ ഓടിപ്പോകാൻ നോക്ക്, വിക്രം ലിയോയെ നോക്കി പറഞ്ഞു. എന്നാൽ യുവനീതൻ രൂക്ഷമായ മുഖത്തോടെ വിക്രമിനെ നോക്കി. ഞാൻ ലിയോയോടല്ല, നിങ്ങളോടാണ് പോകാൻ പറഞ്ഞത്, യുവനീതൻ പറഞ്ഞത് കേട്ട് ഓവിയനും വിക്രമും ഒന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കി. എന്നെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ശമ്പളം തന്ന് ജോലിക്കെടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? അതും പോരാഞ്ഞ് എന്നെ രക്ഷിച്ച ലിയോയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നതിൽ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നിങ്ങളൊക്കെ എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ ഞാൻ റദ്ദാക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇവിടെ നിന്ന് പോകാം. എനിക്കിനി നിങ്ങളുടെ സേവനം ആവശ്യമില്ല, യുവനീതൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. മുതലാളി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒറ്റയ്ക്ക് വേട്ടയാടണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ അതനുസരിച്ച് മാറി നിന്നത്. ഈ കാരണം കൊണ്ട് ഞങ്ങളുമായുള്ള കരാർ ഈ വിധം റദ്ദ് ചെയ്യുന്നത് ന്യായമല്ല. ഞങ്ങൾക്ക് സെൽ പോയിന്റുകൾ നൽകാമെന്ന് പറഞ്ഞല്ലേ കരാർ ഉണ്ടാക്കിയത്. ഇങ്ങനെ കരാർ റദ്ദാക്കുന്നതൊക്കെ വഞ്ചനാപരമായ പ്രവൃത്തിയാണ്, ഓവിയൻ പറഞ്ഞു. മറ്റുള്ളവരും അതിനെ അനുകൂലിച്ചു. അത് കേട്ട് യുവനീതന് ദേഷ്യം വന്നു. അവൻ ഉടൻ തന്നെ അവന്റെ ബ്രേസ്ലെറ്റിൽ നിന്നും എല്ലാ പടയാളികൾക്കും കൊടുക്കാമെന്നേറ്റിരുന്ന സെൽ പോയിന്റുകൾ അയച്ചു. എല്ലാവരുടെയും ബ്രേസ്ലെറ്റിൽ സെൽ പോയിന്റുകൾ ഗണ്യമായി വർദ്ധിച്ചു. ഓവിയനും കൂട്ടുകാർക്കും യുവനീതനോട് കഠിനമായ ദേഷ്യം തോന്നിയെങ്കിലും അവനോട് വഴക്കിടാനോ ദ്രോഹിക്കാനോ ശത്രുത വളർത്താനോ അവർ തയ്യാറായില്ല. കാരണം യുവനീതൻ വലിയ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാം. ഓവിയൻ ദേഷ്യം നിയന്ത്രിച്ച് യുവനീതനെ നോക്കി.
ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ശമ്പളം നിങ്ങൾ തന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ നഗരം വിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തു. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തനോടൊപ്പമാണ് ഇത്രയും ദൂരം നിങ്ങൾ തിരികെ യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഓവിയൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ലിയോയെ എനിക്ക് നിങ്ങളെക്കാൾ 100 മടങ്ങ് വിശ്വാസമാണ്, യുവനീതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ദേഷ്യത്തിലായിരുന്ന ഓവിയനും കൂട്ടുകാരും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. ലിയോ, എന്നെ രക്ഷിച്ചതിന് നന്ദി. നിങ്ങൾക്ക് അമ്പെയ്ത്തിൽ നല്ല കഴിവുണ്ട്. എന്തായാലും എന്റെ അഭിനന്ദനങ്ങൾ. നേരം വൈകുന്നു, നമുക്ക് വേഗം നഗരത്തിലേക്ക് മടങ്ങാം, യുവനീതൻ ലിയോയോട് പറഞ്ഞു. ലിയോ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. അവർ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഇവനാള് കൊള്ളാമല്ലോ. നിനക്ക് വേണ്ടി കൂടെ ഉള്ളവരെയെല്ലാം അവൻ ഒഴിവാക്കി. നിനക്ക് തന്നെ നിന്നെ വിശ്വാസമില്ല, പക്ഷെ ഇവന് നിന്റെ മേലെ അമിതമായ വിശ്വാസമാണല്ലോ. ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു പറഞ്ഞു. അതെനിക്കും മനസ്സിലാകുന്നില്ല. ആരെങ്കിലും നമ്മളെ അമിതമായി വിശ്വസിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുവെന്നാണ്. ലിയോ സംശയത്തോടെ മുന്നിൽ നടക്കുന്ന യുവനീതനെ നോക്കി പറഞ്ഞു. യുവനീതൻ നിന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് നിനക്ക് തോന്നുന്നത്? ചീനു ചോദിച്ചു. എനിക്കറിയില്ല, സമയമുണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം, ലിയോ ചീനുവിനോട് പറഞ്ഞുകൊണ്ട് യുവനീതനോടൊപ്പം എത്താൻ വേഗത്തിൽ നടന്നു. കോട്ടയ്ക്കുള്ളിലെ വിശാലമായ ഒരു സ്ഥലത്ത് യുവനീതൻ അവന്റെ സുഹൃത്തുക്കൾക്കായി ഒരു വിരുന്ന് നടത്തുകയാണ്. ലിയോയും യുവനീതനും ചേർന്ന് വേട്ടയാടി പിടിച്ച കുറുക്കന്റെ മാംസം അവിടെ മേശപ്പുറത്ത് വെച്ചിരുന്നു. യുവനീതന്റെ കൂട്ടുകാർ എല്ലാവരും അവനെപ്പോലെ തന്നെ വലിയ വീട്ടിലെ കുട്ടികളാണ്. അവന്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ചേർന്ന് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ രക്തമെല്ലാം ഒരു കപ്പിലേക്ക് വാർത്തെടുത്തു. അതിനുശേഷം എല്ലാവരും അത് പങ്കിട്ട് ആസ്വദിച്ചു കുടിച്ചു. യുവനീതൻ അവിടെ കൂടിയിരുന്നവരോട് ലിയോയുടെ അമ്പെയ്ത്തിനെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും മതിയാകാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. എത്ര വലിയ കുറുക്കനാണ് എന്നെ ആക്രമിക്കാൻ വന്നതെന്നറിയാമോ? ഞാൻ ശരിക്കും ഭയന്നുപോയി. എന്റെ മരണം ഉറപ്പിച്ച നിമിഷം എന്റെ നേരെ ചാടിയ ആ കുറുക്കൻ എന്നെ കടിച്ചു കീറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ആ സമയം പെട്ടെന്നൊരമ്പ് എന്റെ തലക്കരിയിൽ കൂടി തലമുടിയിൽ ഒരസിക്കൊണ്ട് പാഞ്ഞു ചെന്ന് ആ മൃഗത്തിന്റെ കണ്ണിൽ തുളച്ചു കയറി. ആ സമയം ഞാൻ ഭയന്ന് വിറച്ചുപോയി. പക്ഷെ ലിയോ വളരെ കൃത്യതയോടാണ് അമ്പെയ്തത്. ഇത്രയും പറഞ്ഞിട്ട് യുവനീതൻ ലിയോ നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലിയോ, ആ അമ്പ് വളരെ കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു. വില്ല് കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് നിൽക്കുകയായിരുന്ന ലിയോ അത് കേട്ട് പുഞ്ചിരിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നത് യുവ? അവൻ നിന്നെ രക്ഷിച്ചെന്നാണോ? യുവനീതൻ പറഞ്ഞത് കേട്ട് അവിശ്വസനീയതയോടെ അവന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു. റൈഡൻ നഗരത്തിലെ ജനങ്ങൾ ലിയോയെ ഒരു കോമാളിയെ പോലെയാണ് കണ്ടിരുന്നതെന്നും കൂടാതെ അവൻ അവിടെ ഒരു വിലയുമില്ല എന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യുവനീതന്റെ സുഹൃത്തുക്കൾക്കാർക്കും ലിയോയെക്കുറിച്ച് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ലിയോ യുവനീതനെയും അവന്റെ കൂട്ടുകാരെയും നോക്കിക്കൊണ്ട് കുറച്ച് മാറി നിന്നു. ലിയോ, യുവനീതൻ നിന്നെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവനൊരു നല്ല ആളാണെന്ന്. ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു. സംശയമൊന്നും വേണ്ട, ഉറപ്പായും അവൻ നല്ല കുട്ടി തന്നെയാണ്. അവനായി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ഞാൻ കരുതുന്നു, ലിയോ ചീനുവിനോട് പറഞ്ഞു. യുവനീതന്റെ കൂട്ടുകാർ അവൻ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ പരസ്പരം നോക്കി. നീ പറഞ്ഞത് സത്യമാണോ യുവ? ഇവനാണോ നിന്നെ രക്ഷിച്ചത്? സംശയം മാറാതെ യുവനീതന്റെ കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. അതെ, ലിയോ ആ സമയത്ത് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞുപോയ സംഭവത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറാതെ അവൻ പറഞ്ഞു. ഇനിയും ആർക്കും വിശ്വാസമായിട്ടില്ലെന്ന് മനസ്സിലാക്കിയ യുവനീതൻ ലിയോയുടെ അടുത്തേക്ക് ചെന്നു. ലിയോ, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന വില്ല് എന്റെ കൂട്ടുകാർക്ക് കൂടി കാണിച്ചു കൊടുക്കാമോ? അവൻ ലിയോയോട് അഭ്യർത്ഥിച്ചു. ലിയോ അവന്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഉണ്ടായിരുന്നവരുടെ അടുത്തേക്ക് ചെന്ന് തന്റെ കയ്യിലിരിക്കുന്ന പരമ്പരാഗതമായ വില്ല് അവർക്ക് നോക്കാനായി കൊടുത്തു. അത് ദൃഢവും ഭാരമുള്ളതുമായതിനാൽ ശക്തനായ ഒരു യോദ്ധാവിന് മാത്രമേ ആ വില്ല് കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ലിയോ ഒരുപാട് കാലമായി അമ്പെയ്ത്ത് അഭ്യസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ആ മൃഗത്തെ ഇത്രയും കൃത്യതയോടെ കൊല്ലാൻ ഇവന് കഴിയുമായിരുന്നില്ല. യുവനീതൻ ലിയോയുടെ സാഹസികതകൾ തുടർന്നു. അയ്യോ, ഇവൻ എന്തിനാ നിന്നെക്കുറിച്ച് ഇത്ര പുകഴ്ത്തുന്നത്? അവൻ പറയുന്നതൊക്കെ കേട്ട് ഇവിടെയുള്ളവരെല്ലാം നീയൊരു വില്ലാളി വീരനാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ നിന്റെ അമ്പെയ്ത്തിന്റെ സത്യാവസ്ഥ എനിക്ക് മാത്രമല്ലേ അറിയൂ. ചീനു അവനെ കളിയാക്കി. ലിയോ ചീനുവിനെ രൂക്ഷമായി നോക്കി അതിന്റെ വായടപ്പിച്ചു. ലിയോയുടെ വില്ല് കണ്ട യുവാക്കൾ അതിൽ കൊത്തിവെച്ചിരിക്കുന്ന കലാസൃഷ്ടി കണ്ട് അത്ഭുതപ്പെട്ടു. റൈഡൻ നഗരത്തിലെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന വില്ലാണതെന്ന് അവർക്ക് മനസ്സിലായി. വില്ലിന്റെ ശക്തി അതിന്റെ ഉടമസ്ഥനെ ഗാംഭീര്യമുള്ളവനാക്കി മാറ്റി.
ലിയോ, ഈ വില്ലിന്റെ പേരെന്താണ്? യുവാക്കളിൽ ഒരാൾ ചോദിച്ചു. ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ലിയോ അവരോട് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചു. ഗാന്ധീവം. കുറച്ചു നേരം ആലോചിച്ച ശേഷം ലിയോ പറഞ്ഞു, മഹാഭാരതത്തിലെ മഹാനായ വില്ലാളി അർജുനൻ ഉപയോഗിച്ച വില്ലിന്റെ പേരാണിത്. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വന്നത് ആ പേരാണ്. അവനത് പറഞ്ഞു. ആ വില്ലൊന്ന് തന്നെ. നീ ഒറ്റ അസ്ത്രത്തിൽ ആ മൃഗത്തിനെ കൊന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്നറിയണം. ഞാനൊന്ന് അമ്പ ചെയ്ത് നോക്കട്ടെ. യുവനീതന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു. ലിയോ അതിന് സമ്മതമെന്നോണം തലയാട്ടി. എല്ലാവരും കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് കയറി. ലിയോയുടെ കയ്യിൽ നിന്നും വില്ല് വാങ്ങിയവൻ തന്റെ ലക്ഷ്യമായി ഒരു പൂവ് തിരഞ്ഞെടുത്തു. എന്നിട്ട് അവൻ ലിയോയിൽ നിന്നും ഒരു അമ്പ് വാങ്ങി വില്ലിലേക്ക് വെച്ച് ലക്ഷ്യസ്ഥാനം നോക്കി എയ്തു. എന്നാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പേ വേഗത കുറഞ്ഞ് താഴേക്ക് വീണു. യുവനീതനും കൂട്ടുകാരും അത് കണ്ട് അവനെ കളിയാക്കി ചിരിച്ചു. ഏയ്, ഇങ്ങനെയൊന്നുമല്ല അമ്പ ചെയ്യുന്നത്. ആ വില്ല് ഇവിടത്താ, ഞാൻ കാണിച്ചു തരാം. അവന്റെ അടുത്ത് നിന്ന മറ്റൊരു സുഹൃത്ത് പറഞ്ഞു. അവൻ അയാളുടെ കയ്യിൽ നിന്നും വില്ല് വാങ്ങി. പക്ഷെ അവന്റെ അസ്ത്രങ്ങളും ലക്ഷ്യത്തിലെത്തിയില്ല. കൂട്ടുകാർ അവനെയും കളിയാക്കി ചിരിച്ചു. യുവനീതൻ ഒഴികെ അവിടെയുള്ള യുവാക്കളെല്ലാം ലിയോയുടെ വില്ല് പ്രയോഗിക്കാൻ ശ്രമിച്ചു. ആ വില്ലിന്റെ ഞാണ് വലിച്ചു കെട്ടാൻ പോലും പലർക്കും ആയില്ല. ഇത്രയും ശക്തമായ ഒരു ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അത് നന്നായി കൈകാര്യം ചെയ്യുന്ന ലിയോയോട് അവർക്ക് വലിയ ബഹുമാനം തോന്നി. യുവനീതന്റെ എല്ലാ സുഹൃത്തുക്കളും ആയോധന കലയിൽ നല്ല പരിശീലനം നേടിയവരായിരുന്നെങ്കിലും അവരുടെ കഴിവുകൾ ലിയോയുടെ വില്ല് ഉപയോഗിക്കാൻ മാത്രം പര്യാപ്തമായിരുന്നില്ല. അമ്പെയ്ത്ത് വിദ്യ പഠിച്ചെടുക്കുന്നവർ വളരെ കുറവാണ്. അത് പഠിച്ചെടുക്കുക എന്നത് നിസാര കാര്യവുമല്ല. എന്നിട്ടും ഇത്രയും കഴിവുള്ള നിന്നെ എന്തുകൊണ്ടാണ് റൈഡൻ നഗരത്തിലുള്ളവർ ഇത്ര വില കുറച്ച് കാണുന്നത്? യുവനീതന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ സംശയത്തോടെ ചോദിച്ചു. റൈഡൻ നഗരത്തിലുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയുള്ളവർ കഴിവുള്ളവരോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. ലിയോ, നിങ്ങളുടെ അമ്പെയ്ത്തും സമയോചിതമായ ഇടപെടലും ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾ നല്ലൊരു യോദ്ധാവാണ്. യുവനീതൻ ലിയോയെ അഭിനന്ദിച്ചു. യുവ, നീ എന്നെ വല്ലാതെ പുകഴ്ത്തുന്നു. എന്റെ അമ്പെയ്ത്ത് വളരെ സാധാരണമാണ്. യുവനീതന്റെ പുകഴ്ത്തൽ കേട്ട ലിയോ അല്പം നാണത്തോടെ പറഞ്ഞു. അത് നമുക്ക് നോക്കാം. എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നീ ഒരു തവണ നിന്റെ അമ്പെയ്ത്ത് കഴിവുകൾ കാണിക്കാമോ? നിന്റെ വില്ല് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണാൻ എന്റെ സുഹൃത്തുക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യുവനീതൻ അവനോട് പറഞ്ഞു. അവന്റെ കൂട്ടുകാരും ലിയോയെ അമ്പെയ്ത്തിനായി പ്രോത്സാഹിപ്പിച്ചു. ഇതിനങ്ങനെ വലിയ പ്രത്യേകതകളൊന്നും തന്നെയില്ല. കൃത്യമായി പരിശീലിച്ചാൽ ആർക്കും ഈ വില്ല് ഉപയോഗിക്കാം. ലിയോ അവിടെ കൂടിയിരുന്നവരെ നോക്കി പറഞ്ഞു. ലിയോ, ആർക്കാണോ ആത്മസംയമനം കൂടുതലുള്ളത് അവൻ തീർച്ചയായും വലിയ അഭിമാനിയായിരിക്കും. നീ എത്ര കഴിവുള്ളവനാണ്, പക്ഷെ അതിൽ നീ അഹങ്കരിക്കുന്നില്ല. അതാണ് നിന്റെ മേന്മയും, യുവനീതൻ പറഞ്ഞു. അത് കേട്ട് ലിയോ പുഞ്ചിരിച്ചു. എന്നിട്ട് അവന്റെ വില്ല് കയ്യിലേക്ക് വാങ്ങി. ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തവണ അമ്പെയ്ത് കാണിക്കാം, ലിയോ പറഞ്ഞു. യുവനീതനും കൂട്ടുകാരും ലിയോയുടെ കഴിവ് കാണാൻ ആകാംക്ഷയോടെ നിന്നു. ലിയോ തന്റെ വില്ലുമായി കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് തന്റെ ലക്ഷ്യം തിരഞ്ഞെടുക്കാനായി ചുറ്റും നോക്കി. കുറച്ച് സമയത്തിനു ശേഷം അവൻ തന്റെ മുതുകിലെ ബാഗിൽ നിന്നും അമ്പുകളിൽ ഒന്നെടുത്ത് വില്ലിലേക്ക് വെച്ചു. ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചതിനു ശേഷം അവൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാണു വലിച്ചു. ലിയോയുടെ ഉറച്ച മാംസപേശികളിൽ ഞരമ്പുകൾ തെളിഞ്ഞു നിന്നു. അവിടെയുള്ള യുവാക്കൾ അവന്റെ ശരീരബലം കണ്ട് അമ്പരന്നു. ലിയോ നന്നായി വലിച്ച് ആ അസ്ത്രം സ്വതന്ത്രമാക്കി. ഞൊടിയിടയിൽ അത് കുറച്ച് ദൂരത്തായി ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പാഞ്ഞുപോയി. ലിയോ എന്താണ് ലക്ഷ്യമിടുന്നതെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവർ അസ്ത്രം പാഞ്ഞുപോയ വഴിയെ കണ്ണിമ ചിമ്മാതെ നോക്കി. അധ്യായം 25. യുവനീതന്റെ ആവശ്യപ്രകാരം അവന്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ ലിയോ തന്റെ അമ്പെയ്ത്ത് കല പ്രദർശിപ്പിക്കുന്നു. ദൂരേക്ക് ലക്ഷ്യം വെച്ച് എയ്ത ലിയോയുടെ അമ്പ് ലക്ഷ്യത്തിൽ എത്തിയോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ലിയോയ്ക്ക് ചുറ്റുമുള്ളവർ. ആ അമ്പ് ലക്ഷ്യത്തിലെത്തിയോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഏയ്, എനിക്ക് തോന്നുന്നു ലക്ഷ്യം പിഴച്ചെന്നാണ്. കാരണം ലിയോയുടെ അമ്പ് ഏതെങ്കിലും മൃഗത്തിന്മേൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് വേദന കൊണ്ട് നിലവിളിച്ചേനെ. അങ്ങനെയൊന്നും നമ്മൾ കേട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ലക്ഷ്യം തെറ്റിയിട്ടുണ്ടാകും, മറ്റൊരാൾ പറഞ്ഞു. ഒരുപക്ഷെ ലക്ഷ്യസ്ഥാനം വളരെ ദൂരെ ആയതുകൊണ്ടായിരിക്കും ലക്ഷ്യം മാറിയത്, യുവനീതൻ മനസ്സിൽ ചിന്തിച്ചു. ലിയോ, നീ എന്താണ് ലക്ഷ്യം വെച്ചത്? ഉള്ളിൽ തോന്നിയ നിരാശ മറച്ചുകൊണ്ട് യുവനീതൻ അവനോട് ചോദിച്ചു. എല്ലാവരും സംശയിച്ചു നിൽക്കുന്നത് എന്തിനാ? സമയം കളയാതെ നമുക്ക് പോയി നോക്കാം, ലിയോ പറഞ്ഞു.
അത് കേട്ടതും എല്ലാവരും അവനോടൊപ്പം കോട്ടയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ലിയോ കുറച്ച് മാറിയുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് അവരെ നയിച്ചു. അവിടെ എത്തിയ അവർ ആശ്ചര്യപ്പെട്ടു. ലിയോ എയ്ത അമ്പ് ഒരു ചെറിയ മൃഗത്തിന്റെ തലയിൽ തുളച്ചു കയറി ആ മൃഗത്തോടൊപ്പം ഒരു മരത്തിൽ തറച്ചിരിക്കുന്നു. ആഹാ, അത്ഭുതം! ശബ്ദമൊന്നും കേൾപ്പിക്കാഞ്ഞപ്പോൾ ഞങ്ങൾ കരുതിയത് അമ്പ് ലക്ഷ്യത്തിൽ എത്തിയില്ലെന്നാണ്. എന്നാൽ ഇരയുടെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ ഇത്ര ദൂരെ നിന്ന് ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ നീ ഒരു സാധാരണ യോദ്ധാവല്ല. ലിയോ, നീ മികച്ച ഒരു യോദ്ധാവാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കണ്ട കാഴ്ചയുടെ ആശ്ചര്യം വിട്ടുമാറാത്ത യുവനീതൻ ലിയോയെ വാനോളം പുകഴ്ത്തി പറഞ്ഞു. ലിയോ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ അമ്പ് ചെയ്യാൻ സാധിക്കുന്നത്? എന്നെ കൂടി നീ ഈ വിദ്യ പഠിപ്പിക്കുമോ? ചെറുപ്പക്കാരിൽ ഒരാൾ കൗതുകത്തോടെ ചോദിച്ചു. ലിയോ അതിന് മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു. യുവനീതനും അവന്റെ കൂട്ടുകാരും ഷാൻവിൽ നഗരത്തിലാകെ ലിയോയുടെ കഴിവുകളെക്കുറിച്ചും സാഹസികതകളെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. അതുവഴി ആ നഗരത്തിലുള്ളവർക്കിടയിൽ ലിയോയുടെ പേരും പെരുമയും ദിനം പ്രതി വർദ്ധിച്ചു വന്നു. ഷാൻവിൽ പട്ടണത്തിൽ നിന്നും ഇത്രയധികം ബഹുമാനം ലഭിക്കുമെന്ന് ലിയോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യുവനീതന്റെ വേട്ടക്കാരനായി ജോലി ചെയ്ത് ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ അവൻ ആ നഗരത്തിൽ പ്രശസ്തനായി. ഒടുവിൽ യുവനീതനുമായുള്ള ലിയോയുടെ 2 മാസത്തെ കരാർ അവസാനിച്ചതും ലിയോ നാട്ടിലേക്ക് പോകാൻ തയ്യാറായി. എന്നാൽ യുവനീതനും സുഹൃത്തുക്കളും ചേർന്ന് ലിയോയോട് ഷാൻവിൽ നഗരത്തിൽ തുടരാൻ അഭ്യർത്ഥിച്ചു. അതിനായി അവർ പ്രത്യേകം ആനുകൂല്യങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ലിയോ റൈഡൻ നഗരത്തിലേക്ക് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. പാരിതോഷികമായി ലഭിച്ച 10,000 സെൽ പോയിന്റുകളുമായി ലിയോ ഷാൻവിൽ നഗരത്തിനോട് വിട പറഞ്ഞു. അവൻ തിരികെ റൈഡനിലേക്കുള്ള യാത്ര തുടങ്ങി. ലിയോ, നിനക്ക് ഈ ഷാൻവിൽ നഗരത്തിൽ തന്നെ നിന്നാൽ പോരെ? എല്ലാ സൗകര്യങ്ങളും തന്ന് എത്ര ബഹുമാനത്തോടെയാണ് ഇവിടെയുള്ളവർ നിന്നോട് പെരുമാറുന്നത്. ഇതൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും റൈഡനിലേക്ക് പോയി ഒരു കോമാളിയായി തുടരാനാണോ നിന്റെ തീരുമാനം? ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു അവനോട് ചോദിച്ചു. നീ എന്താ ചീനു ഈ പറയുന്നത്? പ്രൊഫസർ ബെഞ്ചമിൻ ഏൽപ്പിച്ച ഒരു ജോലിയുമായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അല്ലാതെ ഇവിടെ ഒരു വേട്ടക്കാരനായി തുടരാനല്ല. എന്റെ ലോകത്ത് എന്റെ അമ്മയും അനുജത്തിയും എന്നെ കാത്തിരിക്കുന്നുണ്ട്. റൈഡനോ ഷാൻവിലോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ലോകത്തേക്ക് പോയി അവരെ കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ലിയോ വിഷമത്തോടെ പറഞ്ഞു. അവന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കിയ ചീനു നിശബ്ദമായിരുന്നു. തിരിച്ച് റൈഡനിൽ എത്തിയ ലിയോ നഗര കവാടം കടന്നതും ഓവിയനും സുഹൃത്തുക്കളും ചേർന്ന് അവനെ തടഞ്ഞു നിർത്തി. ഷാൻവിൽ നഗരത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ തുടർന്ന് ഓവിയനും സുഹൃത്തുക്കൾക്കും ലിയോയോട് കടുത്ത അമർഷമുണ്ടായിരുന്നു. ലിയോ കാരണമാണ് യുവനീതൻ ജോലിയിൽ നിന്നും തങ്ങളെ പിരിച്ചുവിട്ടതെന്ന് അവർ വിശ്വസിച്ചു. ഓ ഓ ഓ ആരാണ് വന്നതെന്ന് നോക്കിയേ. ഷാൻവിൽ നഗരത്തിലെ വിദഗ്ധനായ വേട്ടക്കാരൻ ഇപ്പോൾ റൈഡൻ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കണ്ടോളൂ. ലിയോയെ കണ്ട ഓവിയൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കോമാളി, നീ കാരണം ഞങ്ങൾ അപമാനിതരായി. എന്നിട്ടും ഇവിടേക്ക് തിരികെ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വിക്രം അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ലിയോയുടെ അടുത്തേക്ക് ചെന്നു. പോരുകോഴികളെ പോലെ വിക്രമും ലിയോയും മുഖാമുഖം നോക്കി നിന്നു. ഓവിയനും വിക്രമും കൂടി ലിയോയെ ഏത് വിധത്തിലാണ് അപമാനിക്കാൻ പോകുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിൽ റൈഡൻ നഗരത്തിലെ ആളുകളെല്ലാം അവർക്ക് ചുറ്റും കൂടി. യുവനീതൻ നിങ്ങളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടത് ഞാൻ കാരണമല്ല. എന്റെ ഭാഗത്ത് നിന്നും നിനക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. വഴക്കൊഴിവാക്കാനായി ലിയോ ശാന്തമായി അവരെ നോക്കി പറഞ്ഞു. നീ ക്ഷമ ചോദിക്കുന്നോ? നീ ഞങ്ങളോട് ചെയ്തത് ഒരു ക്ഷമാപണത്തിൽ തീരുന്നതല്ല. അതിന് തക്കതായ മറുപടി തന്നാൽ മാത്രമേ എനിക്ക് സമാധാനമുണ്ടാകൂ. വിക്രം അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തിടിക്കാനായി കൈ ചുരുട്ടി വീശി. എന്നാൽ ആ നീക്കം മുൻകൂട്ടി കണ്ട ലിയോ പെട്ടെന്ന് കുനിഞ്ഞിട്ട് കാല് ചുഴറ്റി വിക്രമിന്റെ മുഖത്തേക്ക് ശക്തമായി തൊഴിച്ചു. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ വിക്രം ഒന്ന് കറങ്ങിയതിനു ശേഷം നിലത്തേക്ക് വീണു. അവന്റെ മൂക്കിൽ നിന്നും നിർത്താതെ രക്തം വന്നു. അടിയുടെ ആഘാതത്തിൽ കണ്ണുകൾ കലങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പം സമയമെടുത്തെങ്കിലും ഒടുവിൽ മൂക്കിലെ ചോര തുടച്ചുകൊണ്ട് വിക്രം ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അവൻ അരയിൽ നിന്നും ഒരു വാളെടുത്ത് ലിയോയ്ക്ക് നേരെ വീശാൻ തുടങ്ങി. എന്റെ നേരെ കൈവയ്ക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ നിന്നെ ഇവിടെ ഇട്ട് വെട്ടിമുറിക്കും. വിക്രം ദേഷ്യത്തോടെ വാൾ ചുഴറ്റി ആക്രോശിച്ചുകൊണ്ട് ലിയോയുടെ നേരെ പാഞ്ഞെടുത്തു. ലിയോ അവന്റെ ആക്രമണങ്ങളെ വളരെ നിസ്സാരമായി നേരിട്ടു. വിക്രം എത്ര വേഗത്തിൽ വാൾ വീശിയിട്ടും ഒരിക്കൽ പോലും അത് ലിയോയുടെ ദേഹത്തിൽ മുറിവേൽപ്പിച്ചില്ല. എന്നാൽ ആ ആക്രമണങ്ങളിൽ നിന്നെല്ലാം ലിയോ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് കൂടി നിന്ന എല്ലാവരെയും ഞെട്ടിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്നിത് കണ്ടുകൊണ്ടിരുന്ന ഓവിയന് പല വികാരങ്ങളുമുണ്ടായി. അവരുടെ പോരാട്ടം ശക്തമാകുന്നുവെന്ന് അവന് മനസ്സിലായി.
അതിലിടപെട്ട് പോരാട്ടം നിർത്തിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ മൃഗലോചന സൈന്യത്തിലെ മറ്റ് പടയാളികൾക്ക് അവനോട് അതൃപ്തിയുണ്ടാകും. എങ്ങനെയെങ്കിലും ഈ അടിയൊന്ന് നിർത്താൻ കഴിയണേ. ലക്ഷണം കണ്ടിട്ട് രണ്ടും കൂടി തമ്മിൽ തല്ലി ചാവുമെന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഓവിയൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു നിലവിളി അവിടെ ആകെ മുഴങ്ങി. ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് അത് ലിയോയുടേതാണെന്ന് കരുതി നോക്കിയ ഓവിയൻ ഞെട്ടിപ്പോയി. ബിക്രമിന്റെ വാൾ ഇപ്പോൾ ലിയോയുടെ കയ്യിലാണുള്ളത്. ലിയോ ബിക്രമിനെ മുട്ടുകുത്തി നിർത്തി കൈകൾ പിന്നിലേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നു. ബിക്രം അവനാലാകും വിധം ആ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവന് ലിയോയുടെ ശക്തമായ പിടുത്തത്തിൽ നിന്നും മോചിതനാകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. എന്നെ വിടടാ, എന്നെ തോൽപ്പിച്ചിട്ട് നീ ഇവിടെ നിന്നും ജീവനോടെ പോകില്ല. ബിക്രം ആ വേദനയ്ക്കിടയിലും ലിയോയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ലിയോ അതൊന്നും കാര്യമാക്കിയതേയില്ല. ലിയോ ബിക്രമിനെ എങ്ങനെയാണ് വീഴ്ത്തിയതെന്ന് ഓവിയൻ കണ്ടില്ല. പക്ഷേ അത് കണ്ടു നിന്നവർ ലിയോയുടെ അസാമാന്യമായ കഴിവിൽ അത്ഭുതപ്പെട്ട് പരസ്പരം കുശുകുശുത്തു. റൈഡൻ നഗരത്തിലെ എല്ലാ ആളുകളും ലിയോ എങ്ങനെ ഇത്ര ശക്തനും ധീരനുമായി എന്ന് മനസ്സിലാകാതെ ആശ്ചര്യപ്പെട്ടു നിന്നു. നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? വേഗം വന്ന് ഈ നായയെ വെട്ടി കഷ്ണങ്ങളാക്കടാ! ബിക്രം തന്റെ സുഹൃത്തുക്കൾക്ക് നേരെ നോക്കി പറഞ്ഞു. ലിയോ ബിക്രമിന്റെ തലയിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ടവൻ അലറി വിളിച്ചു. ലിയോയെ ആക്രമിക്കാനായി ബിക്രമിന്റെ സുഹൃത്തുക്കളിൽ ചിലർ ആയുധങ്ങളുമായി എത്തി. എന്നാൽ ബിക്രമിന്റെ ആയുധം കൊണ്ട് ലിയോ അവരോട് യുദ്ധം ചെയ്തു. ഒരാൾ മഴുകൊണ്ട് ആക്രമിച്ചു. എന്നാൽ ലിയോ ആ ആക്രമണത്തെ വാളുകൊണ്ട് നേരിട്ടു. ലിയോ വാള് വീശിയതും കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് ആ കോടാലി 2 കഷ്ണങ്ങളായി. ലിയോ അമ്പരന്ന് തന്റെ കയ്യിലിരുന്ന വാളിലേക്ക് നോക്കി. ആഹാ, ഈ വാൾ അടിപൊളിയാണല്ലോ. പക്ഷെ ബിക്രമിനെ പോലൊരുത്തന്റെ കയ്യിൽ ഇതെങ്ങനെ കിട്ടിയെന്നോർത്താണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ലിയോ മനസ്സിൽ ചിന്തിച്ചു. ലിയോയെ ആക്രമിക്കുന്നവരുടെ ആയുധങ്ങളെല്ലാം പല കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. എല്ലാവരും പിന്നിലേക്ക് വലിഞ്ഞു. അവനെ ഭയന്ന് ആർക്കും മുന്നോട്ട് വരാനുള്ള ധൈര്യമുണ്ടായില്ല. ഓവിയന് സംഭവിക്കുന്നതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. വിക്രം ശാരീരികമായി വളരെ ശക്തനാണ്. അവന് മികച്ച വാളുമുണ്ട്. മാത്രമല്ല, ഞാനും വിക്രമും തമ്മിൽ വഴക്കുണ്ടായാൽ പോലും വിക്രം തീർച്ചയായും വിജയിക്കും. എന്നാലിപ്പോ വിക്രം ലിയോയിൽ നിന്ന് അടി വാങ്ങുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും കാലം ഒരു കോമാളിയെ പോലെ നടന്ന ഇവന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഇത്രയും ശക്തനായ ഒരുവനെയാണോ ഞങ്ങൾ കോമാളി എന്ന് വിളിച്ച് കളിയാക്കിയത്? ഓവിയൻ മനസ്സിൽ ചിന്തിച്ചു. ലിയോ ബിക്രമിനെ അടിച്ച് അവശനാക്കി. അവൻ വേദന കൊണ്ട് അലറി. അവിടെ കൂടി നിന്നവരെല്ലാം ബിക്രമിന് കൊടുക്കുന്ന ഓരോ അടിക്കും ലിയോയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിച്ചു. ബിക്രമിന്റെ സുഹൃത്തുക്കൾക്ക് ലിയോയെ സമീപിക്കാൻ ഭയം തോന്നി. ഇനിയും അടിച്ചാൽ ബിക്രം ചത്തുപോകുമെന്ന് മനസ്സിലാക്കിയ ലിയോ ബിക്രമിന്റെ വസ്ത്രത്തിൽ പിടിച്ച് പൊക്കിയെടുത്ത് നേരെ നിർത്തി. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ. ലിയോ ബിക്രമിന്റെ മുഖത്തിനടുത്ത് ചെന്ന് അവനോട് മുരളുന്നത് പോലെ പറഞ്ഞു. രക്തം പുരണ്ട മുഖത്തോടെ ബിക്രം അവനെ തുറിച്ചു നോക്കി. ബിക്രം, ഞാൻ ചെയ്തതിന് എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ. ലിയോ അല്പം കൂടി ശബ്ദത്തിൽ പറഞ്ഞു. ബിക്രം ഭയത്തോടെ അവനെ നോക്കി. ക്ഷമിച്ചു, ക്ഷമിച്ചു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, അവൻ തിടുക്കത്തിൽ പറഞ്ഞു. ലിയോ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. കൊള്ളാം. ഇനിയും നിന്നോട് ഞാൻ മാപ്പ് പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതുപോലെ വന്ന് മാപ്പ് പറയാം. അതുവരെ നിന്റെ വാള് എന്റെ കയ്യിലിരിക്കട്ടെ. ഇത്രയും വിശേഷപ്പെട്ട ഒരു വാള് കൈവശം വെക്കാൻ മാത്രം യോഗ്യതയൊന്നും നിനക്കില്ല വിക്രം. എന്നാൽ ശരി, നമുക്ക് പിന്നീട് കാണാം. അതും പറഞ്ഞ് ലിയോ അവന്റെ മുറിയിലേക്ക് നടന്നു. ആഹാ, ലിയോ, ഞാൻ നിന്നെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിച്ചിരുന്നത്. നിന്നെ കളിയാക്കിയവരെയൊക്കെ നീ അടിച്ചൊതുക്കിയില്ലേ? എല്ലാവരും നിന്നെ ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെയാണ് നോക്കിയത്. എന്തായാലും സംഭവം കലക്കി. ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട് ചീനു അവനെ പുകഴ്ത്തി. നിൽക്ക്! ഉച്ചത്തിൽ മുഴങ്ങിയ ശബ്ദം കേട്ട് ലിയോ തിരിഞ്ഞു നോക്കി. ഒരു മൃഗത്തിന് മുകളിലായി മൃഗലോചനന്റെ സുഹൃത്ത് സെമ്പിയൻ കയ്യിൽ ഒരു ചാട്ടയുമായി ലിയോയെ ആക്രമിക്കാൻ തയ്യാറായി വന്നിരുന്നു. അയ്യോ, ഇവനോ? ഇവനെന്തിനാ നിന്നെ വിളിക്കുന്നത്? ലിയോ, അവൻ ക്രൂരനാണ്. അവനോടൊപ്പം പോരിന് നിൽക്കരുത്. അവനെ കണ്ടതും ചീനു ഭയത്തോടെ പറഞ്ഞു. നേരത്തെ കഴിഞ്ഞതൊന്നും ഒന്നുമല്ല ചീനു. ഇനിയാണ് ഇവിടെയുള്ളവർ ശരിക്കും ഞെട്ടാൻ പോകുന്നത്, ലിയോ ശാന്തമായി പറഞ്ഞു. ബിക്രം സെമ്പിയനെ കണ്ടതും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സെമ്പിയ, ആ കോമാളി എന്റെ കൈ ഒടിച്ചു. എന്റെ വാൾ അവൻ പിടിച്ചെടുത്തു. അവനെ വെറുതെ വിടരുത് സെമ്പിയ. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് അപമാനിച്ചു. ഈ നാണക്കേട് സഹിച്ച് ഞാൻ ഇനി എല്ലാവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ വില മുഴുവനും പോയി. കലങ്ങിയ കണ്ണുകളോടെ അവൻ കരഞ്ഞുകൊണ്ട് സെമ്പിയനോട് പരാതി പറഞ്ഞു. ഛേ, കിടന്ന് മോങ്ങാതെ മിണ്ടാതെ ഇരിക്കടാ. ഒരു കോമാളിയുടെ കയ്യിൽ നിന്ന് മടി വാങ്ങിയിട്ട് ഇങ്ങനെ കിടന്ന് മോങ്ങാൻ നാണമില്ലേ?
നിന്നെ പോലെ ഉള്ളതിനെയൊക്കെ ആണല്ലോ ഞാൻ എന്റെ സൈന്യത്തിൽ എടുത്തിരിക്കുന്നത്. ഛേ, നാണക്കേട്. ബിക്രമിന്റെ കരച്ചിൽ കേട്ട് സഹികെട്ട സെമ്പിയൻ അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. ലിയോ റൈഡൻ നഗര മധ്യത്തിൽ നിൽക്കുകയാണ്. കോമാളി, മുൻപ് നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആളായപ്പോഴേ നിന്റെ തല എടുക്കേണ്ടതായിരുന്നു. നിന്നെ ഇവിടെ ജീവിക്കാൻ വിട്ടതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. മൃഗലോചന സേനയിൽ പെട്ടവന്റെ മേലെ നീ കൈവച്ചില്ലേ? ഇന്ന് നിന്റെ അവസാനമാടാ. വാടാ. ലിയോയെ നോക്കി സെമ്പിയൻ അലറി. അവൻ തന്റെ ആയുധമായ ചാട്ട നിലത്താഞ്ഞടിച്ചു. അതിന്റെ ശബ്ദം അവിടെ ഉച്ചത്തിൽ മുഴങ്ങി. സെമ്പിയന്റെ ആയുധം കണ്ടപ്പോൾ ലിയോ അല്പം പരിഭ്രമിച്ചു. എങ്കിലും അത് പുറത്തു കാണിക്കാതെ ധൈര്യത്തോടെ നെഞ്ചു വിരിച്ച് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവൻ അയാളുടെ മുന്നിലേക്ക് ചെന്നു. ലിയോ മറ്റവനെ പോലെയല്ല, ഇവൻ കുറച്ച് കടുപ്പമേറിയതാ. എനിക്കറിയാം നിനക്ക് പേടിയുണ്ടെന്ന്. എന്നാലും നിന്റെ വിധി. ഇപ്പോൾ സെമ്പിയൻ നിന്നെ കൊല്ലും. ചീനു വിഷമത്തോടെ പറഞ്ഞു. നല്ലതൊന്നും നിന്റെ വായിൽ നിന്ന് വരില്ലേ ചീനു, നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൻ ചീനുവിനെ ശകാരിച്ചു. സെമ്പിയൻ തന്റെ ചാട്ടവാറ് ലിയോയ്ക്ക് നേരെ വീശി. ലിയോ കയ്യിൽ വാളുമായി സ്വയം പ്രതിരോധിച്ചു. സെമ്പിയൻ എറിഞ്ഞ ചാട്ട ലിയോയുടെ വാളിൽ കുടുങ്ങി. സെമ്പിയൻ അത് അവന്റെ നേരെ വലിച്ചു. ലിയോ ചാട്ട വിട്ടു കൊടുക്കാതെ അവന്റെ നേരെ വലിച്ചു. സെമ്പിയൻ ലിയോയേക്കാൾ ശക്തനാണ്. പക്ഷേ എന്നത്തെയും പോലെ ലിയോയെ വില കുറച്ച് കണ്ടതുകൊണ്ടാകും സെമ്പിയൻ ചാട്ടവാർ അല്പം അശ്രദ്ധമായി ചുഴറ്റിയത്. കിട്ടിയ അവസരം മുതലെടുത്ത് ലിയോ തന്റെ വാളുകൊണ്ട് അതിനെ ചുറ്റിയെടുത്തു. രണ്ടുപേരും ഒരുപോലെ വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. അവിടെ തടിച്ചുകൂടിയവർ കൗതുകത്തോടെ ആ പോരാട്ടം വീക്ഷിക്കുന്നുണ്ട്. നീ എപ്പോഴാണ് ഇത്രയും ബലവാനായത്? എന്റെ അടുത്ത് നിന്റെ ശക്തി കാണിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? ഇനി ഒരിക്കലും ഇതുപോലൊരു സാഹസത്തിന് മുതിരാൻ നീ ജീവനോടെ ഇരിക്കില്ല. നിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് കൊല്ലും. ക്ഷുഭിതനായ സെമ്പിയൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാൾ സർവ്വശക്തിയും എടുത്ത് ചാട്ടവാർ ചുഴറ്റി. ലിയോയുടെ വാള് അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് ദൂരേക്ക് തെറിച്ചുപോയി. അപ്രതീക്ഷിതമായി ഉണ്ടായ നീക്കത്തിൽ പരിഭ്രമിച്ചു പോയ ലിയോ കയ്യിൽ ഒരു ആയുധം പോലുമില്ലാതെ സെമ്പിയന് മുന്നിൽ നിന്ന് വിയർത്തു.